ഡിസ്കണക്റ്റഡ് ചെയ്തിരിക്കുകയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ലെനോവോയുടെ ലാപ്ടോപ്പ് സർവീസിന് വന്നിട്ടുണ്ട്. ഇത് ലെനോവോയുടെ ഐഡിയാപാഡ് സ്ലിം 3 ആണ്. ലാപ്പ് 14 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഓൺ ആവുന്നില്ല. ചാർജർ കണക്ട് ചെയ്യുമ്പോഴോ അല്ലാണ്ട് ഓൺ ആക്കുമ്പോഴോ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പോൾ ഒന്ന് അഴിച്ച് നോക്കണം. കംപ്ലൈൻറ്റ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണേൽ നമുക്ക് ഫുള്ളൊന്ന് അടിക്കാം ഗൈസ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണണേ. ഇത് ലെനോവോയുടെ പ്രീമിയം സീരീസിൽ വരുന്ന ലെനോവോ സ്ലിം 3 ലാപ്ടോപ്പാണ്. ബട്ടണൊക്കെ സെപ്പറേറ്റ് വരുന്നൊരു മോഡലാണ്. ക്യാമറ, ഫോൺ ഷട്ടറെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് അഴിച്ചു നോക്കാം. ഇത് ലാപ്ടോപ്പ് ഇപ്പോൾ ഓൺ ആവുന്നില്ല. നമുക്ക് കംപ്ലൈൻറ്റ് ആദ്യം ഒന്ന് നോക്കാം. 20 minutes later. നമുക്ക് ഫസ്റ്റ് ബാറ്ററി ഒന്ന് ഡിസ്കണക്റ്റഡ് ചെയ്യണം. നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നമ്മൾ ഈ കീബോർഡിൻ്റെ കണക്ടർ ഒന്ന് ഇത് മുകളിലേക്ക് ഇങ്ങനെ ഇത് ചെയ്യണം, സ്ലൈഡ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് കീബോർഡ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഇനി വല്ല കീബോർഡ് ഷോർട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ലാപ്പ് ഓണാവാൻ ചാൻസ് കുറവാണ്. നമുക്ക്
SSD റിമൂവ് ചെയ്ത് നോക്കാം. ഇതാണ് ലെനോവയുടെ 512 GB SSD ആണ് ഈ വരുന്നത്. അപ്പോൾ നമ്മൾ SSDനെ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. CPU-ൽ ഡസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. യെസ്, ഓക്കെ ആണ്. ഇത് വരുന്നത് Intel Core i3 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. Intel Core i3 11th ജനറേഷനാണ് ഈ ലാപ്പിൻ്റെ പ്രൊസസ്സർ. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ. ഇത് CPU ഫാനാണ്, കൂളിംഗ് ഫാന്. ഇത് ലെനോവയുടെ, ഇതിന് ഈ മോഡലിന് വരുന്നത് 3 സെല്ല് ബാറ്ററിയാണ് വരുന്നത്. 1 2 3. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് CMOS ബാറ്ററി ഒന്ന് ഡിസ്കണക്റ്റഡ് ചെയ്തിരിക്കുകയാണ്. യെസ്, ഇത് ഓക്കെയാണ്. CMOS ബാറ്ററി ചാർജ് എല്ലാം ഉണ്ട്, ഓക്കെയാണ്, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഡയറക്റ്റ് അഡാപ്റ്റർ കണക്ട് ചെയ്ത് ലാപ്പ് ഒന്ന് നമുക്ക് ഓൺ ചെയ്യാം. നമ്മുടെ പ്ലഗ് ഓണാണ്. ചാർജർ ലൈറ്റോ കാര്യമോ നമുക്കിപ്പോൾ ഏതായാലും ലൈറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഏതായാലും ലാപ്പ് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. യെസ്, ലാപ്പ് ഓൺ ആയിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മുടെ ലാപ്പ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ലെനോവോ ഇത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ബാറ്ററി കണക്ട് ചെയ്ത് ബാറ്ററിയും SSD എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കാം. യെസ്, മിസ്സിങ് ബൂട്ട് ഫെയിലിയർ. കാരണം നമുക്കിപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, യുവർ ഡിവൈസ് മിസ്സിങ് ഓർ ബൂട്ട് ഫെയിൽഡ്. അപ്പോൾ നമുക്കൊന്ന് SSD ചെയ്യാം. നമുക്ക് ചാർജർ ഡിസ്കണക്ട് ചെയ്യാം. യെസ്, അപ്പോൾ നമുക്ക് ചാർജറിൻ്റെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ലാപ്പ്. യെസ്, ലാപ്ടോപ്പ് ഓൺ ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി അതിൽ SSD ഒന്ന് ഇടാം. കീബോർഡിൻ്റെ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് എക്സാക്ട് ഇഷ്യൂ എന്നാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമല്ലോ. ഇനി വല്ല കീബോർഡ് കംപ്ലൈൻ്റ് ഉണ്ടോ, കസ്റ്റമർ ഇനി വല്ല ലിക്വിഡ് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ, കീബോർഡ് ഷോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ലാപ്പ് ഓൺ ആയിട്ടുണ്ട്. യെസ്, കീബോർഡ് ഓക്കെയാണ്, യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ നമുക്കൊന്ന് എൻ്റർ അടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഏതായാലും ഒന്ന് SSD റിപ്ലേസ് ചെയ്യാം. അപ്പോൾ കീബോർഡ് യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല. യെസ്, SSD കണക്റ്റഡ് ആണ്. നമ്മൾ SSD ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാപ്പ് ഒന്ന് നോക്കാം. യെസ്, അങ്ങനെ വിൻഡോസ് എടുത്തിട്ടുണ്ട്. വിൻഡോസ് 11 ലോഡ് ആയിക്കൊണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് റെഡി ആയിട്ടിരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ ടെക്നോളജി പരമായ വീഡിയോസും പിന്നെ ട്രാവൽ വീഡിയോസും വരാറുണ്ട് അതിൽ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. യെസ്, ലോഗിൻ എടുത്തിട്ടുണ്ട്. ഇതായാലും നമുക്ക് ടച്ച് പാഡ് റെസ്പോൺസ് ചെയ്യുന്നില്ല ലാപ്പിൻ്റെ. അപ്പോൾ കസ്റ്റമർ തരുമ്പോൾ അവർ ആൾറെഡി കസ്റ്റമറുടെ മൗസിൻ്റെ ഇത് റിസീവർ ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അവർ വല്ല ടച്ച് പാഡ് അവരോട് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്യണം, ടച്ച് പാഡ് വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ എന്നാന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ കണക്ടർ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ഇട്ട് നോക്കാം നമുക്ക്. അത്രയും നമുക്ക് കണ്ണി കാണാത്ത അത്രയും ചെറിയ ഇതാണ്. മൈക്രോസോഫ്റ്റിൽ നോക്കേണ്ട അവസ്ഥയാണ്. യെസ്, ഞാനപ്പോൾ അതിൻ്റെ ടച്ച് പാഡ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ യെസ്, നമ്മുടെ ഇതാണ് പവർ ബട്ടൻ്റെ സ്വിച്ച് വരുന്നത്. ലാപ്ടോപ്പ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ബാക്ക് സൈഡ് ഞാൻ ഇതുകൊണ്ടാണ് ലാപ്പ് ഇങ്ങനെ ചെരിച്ച് വെച്ചേക്കുന്നത്. ഞാനിത് സർവീസ് റൂമിലായതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ലാപ്പ് ഒന്ന് കറക്റ്റ് ടച്ച് പാഡും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓൺ ആക്കാം. നമുക്ക് ബാറ്ററി ലോ ആണ്, ബാറ്ററി ഇച്ചിരി ചാർജും ആവട്ടെ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇത് നമുക്കെല്ലാം ഒന്ന് ഫിക്സ് ചെയ്യാം.
നമ്മളിത് അഴിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഡസ്റ്റ് കാര്യം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്.